ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് 4 മണിക്ക് ഒരു അരമണിക്കൂർ മതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി കിട്ടുപോലുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കണ്ടോ, നല്ല പഞ്ഞി പോലിരിക്കുക, നല്ല ടേസ്റ്റാണിത്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും നമ്മളോട് പിന്നെയും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. വിരുന്നുകാർക്ക് കൊടുത്താലുണ്ടല്ലോ അവരതിൻ്റെ റെസിപ്പി ചോദിച്ച് വാങ്ങിയിട്ടേ പോവുള്ളൂ. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. നല്ല കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്ത് കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് പാലെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി വെക്കുക. ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഈസ്റ്റ് ഒന്ന് പുളിച്ച് പൊന്തി വന്ന് നിൽക്കുന്നതാണ്. 5 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തേക്കും. അപ്പോൾ ഈ എടുക്കുന്ന പാലിന് ചൂട് കൂടി പോകരുത്, ഈസ്റ്റ് ഡെഡായി പോവും. അതുപോലെ പാലില്ലെങ്കിൽ നിങ്ങളുടെ 1 ഗ്ലാസ് ചൂടുവെള്ളവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്താൽ മതി. ഇനി ഇത് ഈസ്റ്റൊക്കെ ഒന്ന് പൊന്തി വന്നതിന് ശേഷം അതിലേക്ക് മധുരത്തിനാവശ്യമായ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്, ചെറിയ മുട്ട മതിയേ. മുട്ടയും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൈദ ചേർക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പ് മൈദയിലുള്ള ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ആ മൈദ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ചേർക്കുക. അങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്താലും മതി, ഉരുക്കിയ ബട്ടർ. ഉരുക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. നിങ്ങൾക്ക് ഏലക്കപ്പൊടിയോ എസൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫ്ലേവറിനായിട്ട് ചേർക്കാം. ഒരു അരമണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടോ, ഇതാ നോക്കൂ, ഇപ്പോൾ ഇതുണ്ടോ പൊന്തി വന്നിട്ടുണ്ട്. ഒരുപാട് പൊന്തി വരാൻ നിൽക്കേണ്ട, മാവ് പുളിച്ച് പോയാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. 30 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട കേട്ടോ. ഇനി ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് വീർത്ത് വരും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പൂൺ വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ആ സ്പൂണിനകത്തേക്കാണ് നമ്മൾ മാവ് കോരി ഒഴിക്കുന്നത്. ഇതുപോലെ സ്പൂണിനകത്ത് കുറച്ച് എണ്ണ വെച്ചിട്ട് വേണം വെക്കാൻ. ആ ചൂടെണ്ണയിലോട്ട് ഇത് കോരി ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ തീ ഇട്ടിരിക്കാൻ. ആ എണ്ണയ്ക്കും ചെറിയ ചൂടേ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ എണ്ണ അതിൻ്റെ പുറത്തേക്ക് കോരി ഒഴിക്കുമ്പോൾ അതിങ്ങനെ വീർത്ത് വരും. എന്നിട്ട് അപ്പോഴത്തേക്ക് സ്പൂണിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ അത് പിന്നെ തിരിച്ച് മറിച്ചിട്ട് ആ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. തീ കൂടിപ്പോയാൽ ഇതിനകം വേയില്ല, വെളിയിലൊക്കെ നല്ല കളറാവുകയും ചെയ്യും, അകം വേഗത്തുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പം ഒരു പരന്ന ചട്ടി എടുക്കുകയാണെങ്കിൽ 4-5 എണ്ണം ഒന്നിച്ച് നമുക്ക് കോരി ഒഴിക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ ഓരോന്ന് വിധമാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എണ്ണ കുറച്ച് മതി. അല്ലെങ്കിൽ പരന്ന ചട്ടിയിൽ കൂടുതൽ എണ്ണ വരുമ്പം കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കേണ്ടി വരും. അപ്പോൾ എണ്ണ കൂടുതൽ വേസ്റ്റ് ആകും. 1.5 കപ്പ് മൈദ കൊണ്ട് നമുക്കൊരു 12 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഫോട്ടോ എടുക്കാറായപ്പം എൻ്റെ കയ്യിൽ ഇത്രയും മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് ബാക്കി ഫുള്ള് തീർന്നു. അപ്പോൾ നല്ല ചൂടായിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് അല്പം ചൂട് പോയിട്ട് കഴിക്കുന്നതാണേ. അതുപോലെ തന്നെ ഇതിൻ്റെ വെളിയിലൊരു ചെറിയ കരുവരുപ്പായിരിക്കും, അകത്ത് നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിരിക്കും. 2 ദിവസം ഇത് നമുക്ക് വെച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അവരും ഉണ്ടാക്കട്ടെ. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.